ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അയ്യോ, ഈ പാട്ട് ചേച്ചി പാടിയതാണോ? ഞങ്ങൾ പ്രയർ സോങ് ആയിട്ട് പാടാറുള്ളതാണ്. ആ ഞെട്ടലൊക്കെ കുറെ നാളായിട്ട് കഴിഞ്ഞതാ. മലയാള സിനിമ അവരെ വേണ്ടത്ര ഉപയോഗിച്ചില്ല. അതാണ് എല്ലാവരും ഇവിടെ മരിച്ച് മണ്ണടിഞ്ഞ് ഞങ്ങൾ കഴിയുമ്പോഴേക്കും ആൾക്കാർ അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാം മരിച്ചു കഴിയുമ്പോഴല്ല എനിക്ക് ആവശ്യം, ജീവിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ ഞാനും എൻ്റെ മകനായിട്ട് അഭിനയിച്ച തട്ടിമുട്ടിയിലെ ആദി ഒരു ഫോട്ടോഷൂട്ടിൽ ഇതുപോലെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ജീവിതത്തിലെയും അഭിനയത്തിലെയും അമ്മയും മകനും എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടതാണ്, ഇവർ തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇത് നാട്ടുകാരെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. ഇതേതാണ് ഈ പുതിയ അവതാരം, നമ്മളെ അങ്ങ് തീരെ അറിഞ്ഞുകൂടാത്ത പോലെയാണ് ഓരോ കമൻറ്റുകൾ വരുന്നത്. കയ്യിന്ന് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം, നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ കയറി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം സ്ത്രീ ആദ്യം ആർജിച്ചെടുക്കണം, അല്ലേ? ഞാനൊരു പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ എന്നെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി. എനിക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ പാതിവ്രത്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് സ്വയം ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് സ്ത്രീ സുഹൃത്തുക്കളുമാണ്. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ ആരെങ്കിലും കയറി പിടിച്ചാൽ നമ്മൾ ഒച്ചയെടുക്കണം. അവരുടെ അടുത്ത് നിന്ന് എനിക്ക് അതിൻ്റെ സോറിയും പിന്നെ ഇനി ഒരു ശല്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതിന് ഒരു തീർപ്പുണ്ടാക്കി പിന്നെ അദ്ദേഹത്തിൽ നിന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പൃഥ്വിരാജ് പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വഴിത്തിരിവ് അതിന്റെ തുടക്കം എവിടെ നിന്ന് ആവട്ടെ. തീർച്ചയായിട്ടും അല്ല, പൃഥ്വിരാജ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബീനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു, ബീന ആന്റണി. ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങളായിട്ട് കുറെ വരുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ബീന എന്നിട്ട് അതിന് ഒരു വാട്സപ്പിലൊരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാര്യം അറിയാതെ ഒരാളെ കുരിശിലേറ്റത്. മകൻ മരിച്ച സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്, വേറെ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടോ ഇങ്ങനെയുള്ളവളുമാർ കൂടെ ഉണ്ടാവുമ്പോൾ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഒരു അതിഥി, ഇതാരാന്നറിയാമോ? കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തൻ്റെ കലാവാസന വളർത്തിക്കൊടുത്ത് നമ്മൾ പറയില്ലേ വലുതാകുമ്പോൾ വലിയൊരാളാവണമെന്ന്. വലുതാവും തോറും വലിയൊരു ഗായികയായി, ഒരു സിനിമാ നടിയായി, സീരിയൽ നടിയായി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി, എന്തിന് ബിഗ് ബോസ് സീസൺ 5 നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മൊമെന്റ്സ് ഒക്കെ തന്ന നമ്മുടെ സ്വന്തം മനീഷ മാമാണ്. മാം നമസ്കാരം. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു വെരി മച്ച്. ജാങ്കോ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് അന്യമായിട്ടുള്ളൊരു ചാനലല്ല, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ജാങ്കോ സ്പേസ്. അപ്പോൾ ഈ മാം വിളി മാറ്റാം, ചേച്ചിന്ന് വിളിച്ചാൽ കുറച്ചും കൂടി ഒരു ഇന്റിമസി ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ മനീഷ ചേച്ചി, അപ്പോൾ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്കല്ലേ, ഞങ്ങൾക്കല്ലല്ലോ. അത് മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ വിശേഷങ്ങളൊക്കെ. പൊതുവെ വിശേഷങ്ങളുടെ ബഹളമാണ്. അതെ അതെ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് മാം എനിക്കൊരു കാര്യം, കാരണം നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷൻ കുട്ടികളോടൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നൊരു കാര്യമുണ്ട്. കാരണം ആർക്കും ഇപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യം, ഈ ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും കേട്ട് ആസ്വദിച്ച ഒരു ഗാനം, അതായത് ദൈവസ്നേഹം വർണ്ണിച്ചിടം വാക്കുകൾ പോരാന്ന് പറഞ്ഞ ആ ഗാനം പാടിയ ആളാണ് ഈ ഇരിക്കുന്നത്. ആ ഞെട്ടലൊക്കെ കുറെ നാളായിട്ട് കഴിഞ്ഞതാ. ഒരുപാട് പേര് ഞെട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കുറെ പേർക്കൊന്നും, കുറെ പുതിയ ജനറേഷൻ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയില്ല. അതെ അതെ, പുതിയ ജനറേഷൻ കുട്ടികൾക്ക് പലരെ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഇപ്പൊ എന്നെയൊക്കെ വിട്, ഇപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമികളെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ പോലും ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് പലർക്കും അറിയില്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് സോഷ്യൽ മീഡിയാസിന്റെ അതിപ്രസരവും അതോടൊപ്പം തന്നെ റിയാലിറ്റി ഷോസിൻ്റെ ഒരു അതിപ്രസരവും കാരണം ഒരുവിധപ്പെട്ട ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെയും എടുത്ത് പാടുന്ന പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പലരെയും കണ്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്, അയ്യോ എന്ത് കഴിവുള്ള കുട്ടികളാണ് പലരും. അതിന് ഏറ്റവും വലിയൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഷ്യൽ മീഡിയാസ്, പിന്നെ മാത്രമല്ല എന്തും, അതായത് പാട്ടുകളെ കുറിച്ചുള്ള എന്താ പറയുക വിശകലന വളരെ വിപുലമായിട്ടുള്ള ശേഖരങ്ങൾ വിവരങ്ങളെല്ലാം അവർക്കൊരു വിരൽത്തുമ്പിലുണ്ട്. പിന്നെ പാട്ടുകൾ എന്തൊക്കെ, ഞങ്ങളൊക്കെ പണ്ട് പാട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ഈ റേഡിയോയിലൂടെ ആണെങ്കിലും ചെറിയ ടേപ്പ് റെക്കോർഡറിലൊക്കെയാണ് നമ്മൾ കാസറ്റുകളിലൊക്കെ അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. വാക്ക്മാൻ എന്നൊക്കെ. അയ്യോ അതെ, എനിക്കുണ്ടായിരുന്നു ഒരു വാക്ക്മാൻ പഠിക്കാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്.
പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം സുലഭമാണ്, എല്ലാം വളരെ ഈസിയാണ്. പിന്നെ മാത്രമല്ല പാരൻസ് ആണെങ്കിലും അവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള പാരൻസുമാണ്. അപ്പോൾ അതുപോലെ കുട്ടികൾക്കെല്ലാം അവൈലബിൾ ആണ്, എന്തും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ അതായത് ദിനം പ്രതി കലാകാരന്മാർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കയ്യിലിരിക്കുന്ന ഈ ഒരു മൊബൈൽ മതി. അതെ. പക്ഷേ വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ വാസവദത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ പോയിട്ട് ഞാനൊരു പാട്ടുകാരിയാണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷം ആ പാട്ടൊക്കെ പാടി ഇപ്പൊ പലർക്കും അറിയാം ഞാൻ സിംഗർ കൂടിയാണ് എന്നുള്ളത്. ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നെ ഏത് ഉറക്കപ്പിച്ചിലാണെങ്കിലും വിളിച്ച് പാടിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ പാടും. എനിക്ക് അത്രയ്ക്കും പാട്ടിനോട് ഭയങ്കര എന്താ പറയാ ഇഷ്ടമുള്ള ഒരു ഗായികയായി അറിയപ്പെടാൻ ആഗ്രഹിച്ച, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പാട്ടുകാരി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു കൂടുതലൊരു അഭിമാനം. എല്ലാം എനിക്ക് അഭിമാനം തന്നെയാണ്. പക്ഷെ പാട്ടുകാരി എന്ന് പറയുമ്പോൾ കുറച്ച് സന്തോഷമാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമ്മളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച, ഇനി അറിയാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് മേഡം ആ പാട്ട്, സോറി ചേച്ചി ആ പാട്ട് പാടുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ഇത് വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അടിപൊളി. ഇതിപ്പോ ഞാൻ മാർക്കിടുന്ന കാര്യമൊന്നും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്റെയൊക്കെ ചെറുപ്പം മുതലേ നമ്മളൊക്കെ കേട്ട് ആസ്വദിക്കുന്ന. അതെ, എൻ്റെ അടുത്ത് ഇപ്പൊ ഈ പല ആൾക്കാരും ഇങ്ങനെ അയ്യോ ഈ പാട്ട് ചേച്ചി പാടിയതാണോ, ഞങ്ങൾ പ്രേയർ സോങ് ആയിട്ട് പാടാറുള്ളതാണ്. അപ്പൊ പാട്ട് അത്രയും പബ്ലിക് ആണ്. ഭയങ്കരമായിട്ട് അത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലായിടത്തും ഈ പാട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി. ഒരു എന്ത് കാര്യം തുടക്കം ഇട്ട് കഴിഞ്ഞാൽ വൈറലാക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ശരിയാക്കി തരാം. അപ്പൊ എന്താണ് ഇപ്പോ നമ്മുടെ പുതിയ പ്രൊജക്ട്സ് ഒക്കെ? പുതിയ പ്രോജക്റ്റ് സി കേരളത്തിലെ മധുരം നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയലാണ്. അതിൽ നളിനി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു. അതൊരു കോമഡി കം, ഈ പറഞ്ഞതുപോലെ പൊതുവേ എൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും ഒരു കോമഡി ടച്ച് ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടോ ഈ പറഞ്ഞതുപോലെ സംവിധായകരെ എനിക്ക് തരുന്ന ഒരു ഫ്രീഡമാണ്. അതെനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ആ ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എല്ലാ സംവിധായകരും രചയിതാക്കളും ചാനലും തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്ക്. പിന്നെ നല്ലൊരു ക്യാരക്ടറാണ്, നല്ല ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സാധാരണ ഇപ്പോൾ വാസവദത്തെ പോലെ അല്ല എങ്കിൽ കൂടിയും ഇതൊരു കുറച്ചും കൂടി ഒരു നെഗറ്റീവ് ഒരു ക്യാരക്ടർ ആണെങ്കിൽ കൂടിയും കുറച്ച് കോമഡിയൊക്കെ ചേർത്തിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറാണ്. ഒരു വിപ്ലവമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു ക്യാരക്ടർ. വാസവദത്ത അത്രയധികം ജനങ്ങളിലേക്ക് എത്തിയൊരു കാര്യം ഞാൻ പോലും, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിന് ചാനലോ അല്ലെങ്കിൽ ഡയറക്ടറോ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ മഞ്ജുപിള്ളയാണെങ്കിലും ലളിതാമ്മയാണെങ്കിലും അർജുനേട്ടനാണെങ്കിലും കമലാസനാണെങ്കിലും ഒക്കെയും എത്രയോ വർഷങ്ങളായിട്ട് 10 വർഷത്തോളമായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പബ്ലിക്കായി ഈ വാസവദത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് അവിടെ നിന്ന് കുറച്ച് നാള് ആട്ടൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന നടിയല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലേക്ക് കയറി വരാൻ അർഹതയുള്ളതും സാധ്യതയുള്ളതും ഉള്ള ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പിന്നെ എന്താണ് ഞങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് അങ്ങോട്ട് എത്താത്തേ? അതിനിപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ, നമുക്ക് അർഹിക്കുന്ന അവസരങ്ങൾ നമുക്ക് കിട്ടണം. അതിന് ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഗോഡ് ഫാദറിൻ്റെ ആവശ്യമുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരിക്കാം. അത് ഞാൻ പറയുന്നത് കുടുംബത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അവരുടെ ഇടയിലോ ഉള്ളതല്ല. ഞാൻ പറയുന്നത് പ്രൊഫഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ നമുക്ക് ഉറപ്പായിട്ടും വേണം.
കാരണം അതെനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ കിട്ടിയ കഥാപാത്രങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഡയറക്ടേഴ്സും ചാനലും ക്രൂ മെമ്പേഴ്സും ഒക്കെയാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ് എ സിംഗർ ഞാൻ 35 വർഷമായിട്ട് ഞാൻ സംഗീത രംഗത്താണുള്ളത്. പിന്നെ അവിടുന്ന് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഒരു ഡൈവേർഷൻ വന്നു. അതുകൊണ്ട് പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് പറ്റിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 10-13 വർഷത്തോളം ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ സംഗീത രംഗത്ത് നല്ലപോലെ ഇങ്ങനെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചു നടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് സംഗീത രംഗത്തുണ്ടായി. ഇപ്പോൾ അഭിനയ രംഗത്ത് എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്നില്ല. അപ്പോൾ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിരുന്നു, അയ്യോ നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല, നിങ്ങൾ ഈ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി നിങ്ങളെ തേടിയെത്തുന്നൊക്കെ. പക്ഷെ അങ്ങനെ ആരും തേടിയെത്തിയിട്ട് എനിക്ക് ഒരു അനുഭവം അല്ല. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അവസരങ്ങൾ വരേണ്ടത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അയ്യോ അവർ ഗംഭീര ആർട്ടിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആനയായിരുന്നു, ചേനയായിരുന്നു, കോടയായിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചില്ല. അതാണ് എല്ലാവരും ഇവിടെ മരിച്ച് മണ്ണടിഞ്ഞങ്ങ് കഴിയുമ്പോഴേക്കും ആൾക്കാർ അനുശോചനം രേഖപ്പെടുത്തുകയും വലിയ വലിയ സംഗമങ്ങൾ സ്വരൂപിക്കുകയും അവരുടെ വലിയ ക്യാപ്ഷൻസ് ആയിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുകയും. ഇതെല്ലാം മരിച്ചു കഴിയുമ്പോഴല്ല എനിക്ക് ആവശ്യം, ജീവിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഈ ബിഗ് ബോസ് എൻട്രി ലൈഫിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു മാറ്റം എന്തായിരുന്നു? ബിഗ് ബോസ് എൻട്രി ലൈഫിലേക്ക് ഉണ്ടാക്കിയ വലിയ നല്ല മാറ്റം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ എത്തിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു മാറ്റമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വലിയ ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. ഒരു കലാകാരി എന്നുള്ള നിലയിൽ പബ്ലിക് ആവുക എന്നുള്ളതാണ്. കല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു ഗുണം, അതായത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അയ്യോ മനീഷയല്ലേ എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു റെക്കഗ്നേഷൻ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടി. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു 1.5 വർഷത്തോളം ഞാൻ ഒരു വർക്കും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഗതി, ഒരു നെഗറ്റിവിറ്റി അതിനകത്തുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിയുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അത് ബ്രാൻഡഡ് ആയതിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം. ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഓ ബിഗ് ബോസിൽ ഒക്കെ പോയി വന്നതല്ലേ, അപ്പോൾ അവർക്ക് ഇത്ര പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുമായിരിക്കും. ഇത് അവരുടെ ഒരു തോട്ടാണ്, നമ്മളുമായിട്ട് ഒരിക്കലും അവർ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ചിലപ്പോൾ 5000 രൂപയ്ക്ക് പോകുമായിരിക്കും, ചിലപ്പോൾ 10,000 രൂപയ്ക്ക് പോകുമായിരിക്കും, ചിലപ്പോൾ 50,000 രൂപയ്ക്ക് പോകുമായിരിക്കും. അത് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവർ നമ്മുടെ അടുത്ത് പറയുന്നില്ല. അവരൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്, അയ്യോ ഇവരെ വിളിച്ചാൽ ഇത്ര കൊടുക്കേണ്ടി വരുമായിരിക്കും. അതൊരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം മേ ബി ചിലപ്പോൾ ഈഗോ ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ അവരെക്കാൾ കൂടുതൽ പബ്ലിക്കായി, നമ്മൾ കുറച്ചുകൂടി ജനകീയമായി എന്നുള്ളതിൻ്റെ ചില ഈഗോ ആയിരിക്കും. ഇതൊക്കെ എൻ്റെ ഒരു നിഗമനം മാത്രമാണ് കേട്ടോ, ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കാൻ വഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച, അതായത് ഒരുപാട് സജീവമാകാൻ പറ്റും എന്ന് കരുതിയിരുന്ന ആ ഒരു അവസ്ഥയായിരുന്നില്ല ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ഓക്കെ, അതേപോലെ തന്നെ മാം ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അടുത്ത് എന്തിനും ഒരു അനാവശ്യ പ്രചാരണം നമ്മുടെ നാട്ടിലുണ്ടാവും. എല്ലായിടത്തും എന്തൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം നിൽക്കുന്നവരാ. അപ്പോൾ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ നിൽക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പ്രചാരണം വന്നിരുന്നു ഈ അടുത്ത കാലത്ത്. ബിഗ് ബോസിൽ ചെല്ലുന്ന സ്ത്രീകൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ലൈഫിൽ ബാധിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ എടുത്തുചാട്ടം കൊണ്ടല്ലാത്ത, അതായത് എൻ്റെ തെറ്റുകൾ കൊണ്ടല്ലാത്തതൊന്നും എന്നെ ബാധിക്കാറില്ല. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാറുമില്ല. കാരണം ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. അത്രേ ഉള്ളൂ. ആ പറഞ്ഞ വേർഡ്സ് ഇപ്പോൾ ഒരുപാട് ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല, സത്യം ചെയ്യിക്കട്ടെ എന്നല്ല നമ്മൾ പറയാം. പക്ഷെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അതിൽ കയറിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് ബാധിച്ചു. ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പെട്ട ഇന്നയാളുടെ പേര് എനിക്ക് തോന്നുന്നില്ല അത് ബാധിച്ചു എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മൾ എന്താണെന്ന്. ബാധിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അതിൽ ഭാഗവാക്കാകുമ്പോഴാണ്. നമ്മൾ അതിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ചിന്തിക്കേണ്ട കാര്യം? പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു ടെൻഷൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു വിഷമമുണ്ടാവും. അയ്യോ നിന്നെക്കുറിച്ച് അങ്ങനെ കേട്ടല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങളും അതിൽ പെട്ടുപോയി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ നടക്കുന്ന ഈ സംഗതികളിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുമല്ലോ. അപ്പോൾ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തടത്തോളം നമ്മളത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞതല്ല, ഇപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറയാത്ത പക്ഷം
അതിലേക്ക് കയറിയ ആളുകളെല്ലാം ഇങ്ങനെ ഒരു ചൂണ്ടുവിരൽ ഒബ്വിയസ്ലി ഒന്നോ രണ്ടോ ദിവസങ്ങളെങ്കിലും അവരനുഭവിച്ചിട്ടുണ്ടാവും. കാരണം എങ്ങനെ ഞാൻ അത് വെളിപ്പെടുത്തുന്ന ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പല ചാനലുകൾക്കും ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു? അതിൻ്റെ താഴെ വന്ന കമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇത് നാട്ടുകാരെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. ഇപ്പം ഇതിൻ്റെ താഴെ തന്നെ പല ആൾക്കാരും കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും, ഇതേതാണ് ഈ പുതിയ അവതാരം, നമ്മളെ അങ്ങ് തീരെ അറിഞ്ഞുകൂടാത്ത പോലെയാണ് ഓരോ കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇത്ര കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ മാന്യമായിട്ട് ജീവിക്കുക, നമ്മൾ തെറ്റ് ചെയ്യാതെ ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മൾ ജീവിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഭൂമിയിൽ ഒരാളെ നന്നാക്കാനും പോയിട്ട് കാര്യമില്ല. ഒരാൾക്ക് സ്വയം വിചാരിക്കണം, അത്രേ ഉള്ളൂ. ഒരു കാര്യം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഒരാളും മനസ്സിലാക്കാനും പോകുന്നില്ല, ഒരാളും തിരുത്താനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. നമ്മൾ സ്വയം തിരുത്തുക, നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഒരാളെ സഹായിക്കാൻ പോയാലും അത് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അപ്നാപ്പൻ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുക. അതെ, ഇപ്പൊ കൊറോണ വന്നപ്പോ പറഞ്ഞ പോലെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, സ്പ്രെഡ് ആവാതെ നോക്കുക, മറ്റുള്ളവരും രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇപ്പൊ 12ാമത്തെ കാര്യം കണ്ടോ ഈ ചോദിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവും. എന്നാലും ഒരു കാര്യത്തിൽ ചോദിച്ച് നിർത്തണം എന്ന് വിചാരിക്കും, പക്ഷെ നിർത്താൻ തോന്നൂല. എന്നാ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കോട്ട് കണ്ടു. അതായത് അതിവിനയം കാണിക്കുന്ന പുരുഷന്മാരെയും പതിവ്രത ചമയുന്ന പെൺകുട്ടികളെയും സൂക്ഷിക്കണം. പെൺകുട്ടികളല്ല, സ്ത്രീകളെയും സൂക്ഷിക്കണം. ഇത് ഞാൻ പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ ടാഗ് ലൈൻ ഇട്ടിട്ട് അടിയിൽ ചെയ്ത പേര് കണ്ടു. എന്താണ് അതിന്റെ പുറകിലെ ഉദ്ദേശം അല്ലെങ്കിൽ തേജോ? പാതിവ്രത്യം എന്ന് പറയുന്നത് ചമയാനുള്ളതല്ല. ഓക്കെ. വിനയം എന്ന് പറയുന്നത് അഭിനയിക്കാനുള്ളതുമല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതിവിനയം ഭാവിക്കുന്ന പുരുഷന്മാരും പാതിവ്രത്യം ചമയുന്ന സ്ത്രീകളുമാണ് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം എനിക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ പാതിവ്രത്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് സ്വയം ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അല്ലാണ്ട് അത് ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതല്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വിനയായിട്ടുള്ളത് നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള കാരണം. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് സ്ത്രീ സുഹൃത്തുക്കളുമാണ്. നമ്മുടെ ക്യാരക്ടറിനെ വിശകലനം ചെയ്യുകയും എന്നാൽ അവർ സ്വയം അവരെ വിശകലനം ചെയ്യാതെ മറ്റുള്ളവരെ കുറിച്ച് പറയും. അല്ല, മറച്ചു വെക്കുകയല്ല, അത് അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പാപം ചെയ്യാത്തവൻ കല്ലറിയട്ടെ എന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്യാത്ത ഭൂമിയിൽ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായിട്ട് മാറും, അല്ലേ? നമ്മളൊക്കെ സാധാ മനുഷ്യന്മാരാണ്. നമ്മുടെ ഭാഗത്ത് നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അത് വേറൊരാളെ ബാധിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്ന, അങ്ങനെയുള്ള ആളുകൾ വഴി നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. എൻ്റെ ഏറ്റവും വലിയ തോൽവി എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ ചില സമയത്ത് ഞാൻ പഠിക്കില്ല. ഞാൻ വൈകാരികപരമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. അതിൽ എനിക്ക് വലിയ വിഷമമില്ല. കാരണം എന്ന് വെച്ചാൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കാനുള്ളതാണ്. അല്ലാതെ നമുക്കത് സപ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണോ അപ്പോൾ തോന്നുന്നത്, അത് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെയും അത് തുറന്ന് കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ വിശ്വസിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിച്ചു പോകും ചില സമയത്ത്. പിന്നെ ഈ അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുമെന്ന് പറയുന്നത് ഒരു അനുഭവം കിട്ടുമ്പോഴാണ് പഠിക്കുക. അത് കഴിയുമ്പോൾ പിന്നെയും അടുത്ത അടി വരും. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ എല്ലാവരിലും സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ കയ്യിന്ന് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പബ്ലിക് റിയാക്ഷൻസ് ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നതാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിൽ ലൊക്കേഷനിലോ യാത്രയിലോ എവിടെയെങ്കിലും എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളല്ല. എനിക്ക് കൂടുതലും ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക വിളിപ്പേരാണല്ലോ കമന്റോളികൾ. എല്ലാത്തിനും ഓളികൾ ചേർത്തിട്ട് കരച്ചിലോളി, കമന്റോളി എന്നൊക്കെ പറഞ്ഞു.
ഈ കമൻസിലൂടെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് പലരും പ്രൊഫൈൽ പിക്ചർ പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം പറയുന്നത്. പക്ഷെ ആ പറയുന്നത് വേറൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കും എന്നുള്ളത് ചിന്തിക്കാറില്ല അവരാരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനും എൻ്റെ മകനായിട്ട് അഭിനയിച്ച തട്ടിമുട്ടിയിലെ ആദി, ക്യാരക്ടറുടെ പേരാണ് ആദി, സാഗറും. അപ്പോൾ അമ്മയും മകനും എന്ന് തന്നെയാണ് നമ്മളുടെ തലക്കെട്ടോട് കൂടിയിട്ട് പലപ്പോഴും വരാറുള്ളത്. ഇപ്പോൾ ബിഗ് ബോസിലായിരുന്നാലും ഞങ്ങൾ അമ്മയും മകനും പോലെ തന്നെയായിരുന്നു, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു ഫോട്ടോഷൂട്ടിൽ ഇതുപോലെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ജീവിതത്തിലെയും അഭിനയത്തിലെയും അമ്മയും മകനും എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ഇട്ടതാണ്, ഇവർ തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പം അതൊക്കെ നമുക്ക് നമ്മളൊക്കെ എല്ലാം എന്താ പറയുക, അതിജീവിക്കാൻ പഠിച്ച ആൾക്കാരാണ്, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ ഇത്തരം എന്താ പറയുക അതിർവരമ്പുകൾ കടന്നിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. പക്ഷെ അതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കാറില്ല, കാരണം പ്രതികരിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ പ്രതികരിച്ച് നന്നാവുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പറയാൻ തന്നെ മെനക്കെടില്ല. നേരത്തെ പറഞ്ഞ പോലെ പാപം ഈ പറഞ്ഞ ആൾക്കാരെ വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത്. അല്ല, നമ്മുടെ ഭാഗത്തൊന്നും ഇല്ലാത്ത പക്ഷം നമ്മൾ ആരെയും അത്രേ ഉള്ളൂ. എൻ്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, പക്ഷെ സമൂഹത്തെ മാനിച്ച് ജീവിക്കണം. അത്രേ ഉള്ളൂ. ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാണെന്ന് ഒരാളെ ബോധ്യപ്പെടുത്തണ്ട, കാരണം അതുകൊണ്ട് എനിക്കും പ്രത്യേകിച്ച് ഗുണമില്ല, അവർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇത് ഗുണം ഉണ്ടായിട്ടാണോ? ഒരു രസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് ചൊറിഞ്ഞ് മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ അവൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ ഒരു മനസ്സമാധാനം പറഞ്ഞ പോലെ ഒരു സന്തോഷം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ ചുറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ട് എന്നും. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും റീസെൻ്റ്ലി നമ്മളെല്ലാവരും നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വരെ നമ്മളെ ഉറ്റുനോക്കുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്ക് വരെ ഒന്ന് നെറ്റി വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് പലരും ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാർന്നവന്മാരെ പോലെയും മക്കളെ പോലെയും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ ആ ഒരു പ്രതിച്ഛായ ഇല്ലാതായിരിക്കുന്നത്. സത്യമാവാം, ചിലപ്പോൾ ഇതെല്ലാം വെറുതെ ആരോപണങ്ങളാവാം, പക്ഷേ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം മാറിയിരിക്കുകയാണ്. ഇതിന് പുറകിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതിൽ അഭിനന്ദനാർഹമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ജെനുവിനായിട്ടുള്ള, അതായത് യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടണം, അതോടൊപ്പം തന്നെ ശരിക്കുള്ള ക്രിമിനലുകൾക്ക് ശിക്ഷയും കിട്ടണം. ഇതിൻ്റെ ഇടയിൽ പലതും അമർന്നു പോവുകയും പലതും വെറുതെ അനാവശ്യമായിട്ട് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറയുന്ന ഒരവസ്ഥ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിശ്വസനീയത എന്ന് പറയുന്ന ഒരു സംഗതി പോവാണ്. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് നീതി കിട്ടുന്ന ഒരു അവസ്ഥയിൽ പോലും ആരും അത് വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് പോയി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കുള്ള ഇരകൾ അവിടെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ ഇതൊരു വലിയ ഒരു തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇനിയുള്ള ഭാവിയിൽ പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ വയനാട് ദുരന്തം മുങ്ങി. ഇപ്പോൾ കേരളക്കര മലയാളികൾ മുഴുവൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമാ ലോകത്ത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. ഒരു കുടുംബം എടുത്ത് നോക്കിയാൽ അവിടെയില്ലേ, അച്ഛനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പിള്ളേർ വരെയുണ്ട്, അമ്മാവന്മാരെ, ആങ്ങളമാരുടെ സുഹൃത്തുക്കളെ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഒരുപാടാണ്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും ഒക്കെയും സ്ത്രീകൾ സുരക്ഷിതരല്ല. ശാരീരിക പീഡനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, അത് പുരുഷനും അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ്. അതും ശാരീരിക ആവണമെന്നില്ല, മാനസിക പീഡനവും ആവാം. ഇപ്പോൾ സിനിമാ രംഗത്ത് ഒരുപാട് പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ കടന്നു വരുന്ന എത്രയോ പയ്യന്മാരുണ്ട്. 5 വർഷവും 6 വർഷവും. ഞാൻ ഈ അടുത്ത് ഒരു വാട്സപ്പിൽ ഞാനൊരു ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. ഒരു ശ്രീനു എന്ന് പറഞ്ഞൊരു കുട്ടി 5 വർഷമായിട്ട് ഒരു പടത്തിൻ്റെ പിന്നാലെ പോയിട്ട് അവരെ പറ്റിച്ചൊരു കഥ. അതൊക്കെ ശാരീരിക പീഡനമാണ്. അപ്പോൾ ഇതൊക്കെയും ഈ പീഡനത്തിൽ പെടുന്നതാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ജെനുവിനായിട്ടുള്ള കലാകാരന്മാർക്ക് സുരക്ഷിതമായിട്ട് പിഴച്ചു പോകാൻ പറ്റുന്ന, അതായത് നിലനിന്ന് പോകാൻ പറ്റുന്ന, ജീവിതോപാധിയായിട്ട് ഒരു ജീവിതമാർഗമായിട്ട് എന്താ പറയുക, കരുത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മാറാൻ ഈ ഒരു സ്റ്റെപ്പ്
എന്താ പറയുക ഉപയോഗപ്പെടുത്തട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു വഴിതിരിവ് ആവാനുള്ളൊരു സാധ്യതയുമാണ്. അതെ അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മകളെ പഠിപ്പിക്കുന്നത് കൊണ്ട് വേറൊരാൾ അങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണ്, മനസ്സുകൊണ്ട് നമ്മൾ കരുത്തരാവുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. 10 വർഷങ്ങൾക്ക് ശേഷമല്ല ഒരു പീഡനത്തിൻ്റെ കഥ പുറത്തു വരേണ്ടത്. അത് ആ സമയത്ത് തന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റണം. ആ ഒരു ആർജവം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാക്കിയെടുക്കാൻ, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. 10 വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ അതിൻ്റെ ഒരു കാമ്പ് നഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇപ്പം എന്നെ 10 വർഷം ഒരാൾ തോണ്ടി അല്ലെങ്കിൽ എന്നെ ഞോണ്ടി എന്നൊക്കെ ഞാൻ ഇപ്പം പറയുമ്പോൾ അതിലൊരു വിശ്വസനീയതയ്ക്ക് അപ്പുറം അതിലൊരു ന്യായമില്ലായ്മ പലപ്പോഴും സ്ത്രീകൾക്ക് പോലും തോന്നാറുണ്ട്. അപ്പോൾ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ജെനുവിനായിട്ടുള്ള ഇരകൾക്ക് അപ്പോൾ നീതി നിഷേധിക്കപ്പെടുകയാണ് അവിടെ. അപ്പോൾ കുറച്ചുകൂടി വിശകലനമായിട്ട് ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു അന്വേഷണം വളരെ സജീവമായിട്ട് നടത്തട്ടെ. അതിൽ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് വരട്ടെ എന്നാണ് എൻ്റെ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹവും പ്രതീക്ഷയും. ശരിക്കും മാം, അതിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ഈ പുറത്ത് പറയാത്തവർ ചിലപ്പോൾ അവർക്ക് പേടി കൊണ്ടോ സിറ്റുവേഷൻ കൊണ്ടോ ആയിക്കൂടാന്നില്ലല്ലോ. നമുക്കിപ്പോൾ ഇതെല്ലാം പുറത്ത് അന്ന് വിളിച്ച് പറയാത്തത് ചിലപ്പോൾ ട്രോമയിലേക്ക് വന്നിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ ആരെങ്കിലും കയറി പിടിച്ചാൽ നമ്മൾ ഒച്ചയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം ഞാൻ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തു. ഞാനത് അതിൻ്റെ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവരുടെ അടുത്ത് നിന്ന് എനിക്ക് അതിൻ്റെ സോറിയും പിന്നെ ഇനിയൊരു ശല്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അതിന് ഒരു തീർപ്പുണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിൽ നിന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, അത് എനിക്ക് അങ്ങനെ വിശദീകരിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ എല്ലാ അനുഭവങ്ങളും എല്ലാ സ്ത്രീകൾക്കും എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ആരുടെയെങ്കിലേക്കൊന്നും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അവിടെ എടുത്ത എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത് അപ്പം തന്നെ അതിനൊരു റെമഡി കണ്ടെത്തി എന്നുള്ളതാണ്. അതിനുള്ള ധൈര്യം, അതാ ഞാൻ പറഞ്ഞത്, അതിനുള്ള ധൈര്യം ഓരോ സ്ത്രീകളും ഉണ്ടാക്കിയെടുക്കണം. പിന്നെയും ഉണ്ടാവുന്ന ഉപദ്രവങ്ങളാണ് നമ്മൾ പിന്നെ നിയമോപദേശങ്ങൾ തേടേണ്ടി വരുന്നത്. അതിന് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ കയറി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം സ്ത്രീ ആദ്യം ആർജിച്ചെടുക്കണം, അല്ലേ? അതിനുള്ളൊരു ധൈര്യം ആദ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ആഗ്രഹം. ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. പ്രത്യേകിച്ച് ഈ 2024 കടന്നപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, ലോകോത്തര സിനിമകൾ തന്നെ പറയാം നമുക്ക്. അതേപോലത്തെ സിനിമകൾ ഉണ്ടായി, എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുമ്പോഴാണ്. അല്ല, ഇതിലിപ്പോൾ എല്ലാവരും കുറ്റവാളികൾ അല്ലെങ്കിൽ എല്ലാവരും ഇരകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ നല്ല ലൊക്കേഷൻസും നല്ല എന്താ പറയുക ക്രൂ മെമ്പേഴ്സും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. വിരളമായ കൈവിരലുകളിൽ എണ്ണാവുന്ന ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ടാവാം. അതാ പറഞ്ഞത്, അത് കറക്റ്റുള്ള ആ നിയമം കറക്റ്റ് വഴിയിലൂടെ അന്വേഷണങ്ങൾ നടക്കട്ടെ, കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരു സംഗതി ഉണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മേഖലയെ അടച്ചാക്ഷേപിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പെട്ടിയെടുത്ത് ഈ പണിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് പോകുന്നത്, സുരക്ഷിതമല്ലാത്തൊരു ഫീൽഡിലേക്ക് പോകുന്നത് എന്നുള്ളൊരു എതിർപ്പുണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് ഞാൻ വരുന്നത്. അപ്പോൾ അത്രയും അതിജീവനം എനിക്ക് നടത്താനുണ്ടെങ്കിൽ എന്നെ മോശമായിട്ട് സമീപിക്കുന്ന ഒരാളോട് എതിർത്ത് പറയാനുള്ള ധൈര്യം ഞാൻ അവിടെ കാണിക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഇത് എല്ലാ മേഖലയിലും ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സാഹചര്യങ്ങൾ അനുവദിക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്നുള്ളത് കൊണ്ടും, അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കൊട്ടിഘോഷിക്കാൻ ഒരുപാട് സെലിബ്രിറ്റി എന്നുള്ളൊരു നിലയിലേക്ക് വരുന്നത് കൊണ്ടും, അത് ഈ പറഞ്ഞതുപോലെ ഒരു വാർത്താ പ്രാധാന്യം, അല്ലെ വാർത്താ പ്രാധാന്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് കുറച്ചും കൂടിയും ഇങ്ങനെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ജെനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടണം, കൃത്യമായിട്ടുള്ള ക്രിമിനലുകളെ കണ്ടെത്തി അതിനുള്ള ശിക്ഷകളും നടപ്പാക്കണം. ശരിക്കും റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ
ചിലതൊന്നും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലത്തെ കാര്യങ്ങളായാലും എഴുതി. ഉറപ്പായിട്ടും അത് നമുക്കും, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെല്ലാം ജെനുവിൻ ആയിട്ടുള്ള കേസുകളാവണമെന്നില്ല. ഇപ്പൊ പല ആൾക്കാരും മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് നമുക്ക് വിശ്വാസയോഗ്യമല്ലാണ്ട് വരുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം പറയുന്നത് പോലും ജനങ്ങൾ കളിയാക്കുന്ന രീതിയിലേക്കായി പോകും. അപ്പൊ അവിടെയാണ് നമുക്ക് വിഷമം വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുവാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഇതെല്ലാം ആഘോഷിക്കുന്ന മാധ്യമങ്ങളുടെ ഇടയിലില്ലേ ഇത്തരം പ്രശ്നങ്ങൾ? അവിടെ ഇതൊന്നും ഇല്ലാത്ത മേഖലയല്ലല്ലോ ഈ പറയുന്നത്. പക്ഷെ ഇത്തിരി കൂടി ശ്രദ്ധിക്കപ്പെടുന്നത് സെലിബ്രിറ്റി മേഖലയിലേക്ക് വരുമ്പോഴാണല്ലോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഈ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ പോലും ഞെട്ടുന്ന, കാരണം ഇത്രയും ആർഭാടകരമായിട്ടുള്ള ഒരു മേഖല, അങ്ങനെ തന്നെ പറയാം, ഇപ്പോൾ വളരെ ആർഭാടകരമായിട്ടുള്ള ഒരു മേഖല, അവിടെ ഒരു യൂറിൻ പാസ് ചെയ്യാൻ ഒരു സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് പോലും സൗകര്യം കൊടുക്കാതെ കാടുകളിൽ പോയിട്ട് ഇത് സാധിക്കുന്നൊരവസ്ഥ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ശരിക്കും ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഇൻഡസ്ട്രി അത് ഓരോ ലൊക്കേഷൻ്റെ കാര്യങ്ങളല്ലേ. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒട്ടും പുരോഗമിക്കാത്ത റൂറൽ ആയിട്ടുള്ള ഏരിയകളിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് ഓരോ, പക്ഷെ അതൊരു വാർത്താ പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ സത്യാവസ്ഥ നമ്മളിപ്പോൾ ഏത് ജോലിക്കും ആ ജോലിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മളൊരു മേഖല ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു സിനിമ, ആ സിനിമയുടെ ലൊക്കേഷൻ അട്ടപ്പാടി പോലുള്ള ഉള്ളിലേക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ഫെസിലിറ്റീസും കിട്ടിക്കോണമെന്നില്ല. പിന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുക, ആ സ്ഥലങ്ങളിൽ നമുക്ക് നൽകേണ്ട സൗകര്യങ്ങൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്താ പറയുക ക്രൂ മെമ്പേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് തരണം എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാം അങ്ങനെ ആയിക്കോണമെന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് മീൻസ് ഇതൊക്കെ ഓരോ വാക്കുകൾ പറയുമ്പോഴും സൂക്ഷിച്ച് വേണം. ഇവരപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും പോയിട്ടുണ്ടാവുക. അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ചൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ എവിടെയാണെങ്കിലും, ഇപ്പം നമ്മുടെ ഒരു അമ്പലത്തിൽ പോയാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സൗകര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടിക്കോണമെന്നില്ല. അവിടെയൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ എന്തോരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അപ്പം എല്ലാം നമുക്ക് പ്രശ്നമാക്കി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാം പ്രശ്നമായിട്ടേ വരത്തുള്ളൂ. എല്ലാം പ്രശ്നമാക്കി എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിൽ വിയോജിപ്പുള്ള കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. ഇവളെ കൊണ്ട് അവിടെ കൊണ്ടാക്കി. എനിക്ക് അങ്ങനെയുള്ള ഒരു കമൻറ്റ് ഇടുന്ന ആൾക്കാരോടും എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് നിയമങ്ങൾ വരേണ്ടത് ഇത്തരം കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരോടാണ്. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഈ കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അത് വലിയ ക്രിമിനലിസം അല്ലേ അത്. ഈ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ടോ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അതൊന്നും പിന്നീട് ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് അതൊക്കെ വേണമെങ്കിൽ എടുത്ത് പറയാം. അതിന്റെ ആവശ്യമില്ല. കാരണം അത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു തീർത്ത കാര്യമാണ്. ജീവിതം മുന്നോട്ടല്ലേ, പിന്നോട്ടല്ലല്ലോ. തീർച്ചയായും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തീർക്കണം. അല്ലാതെ അന്ന് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെയും അത് നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊണ്ടുവരില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, നമ്മൾ ഒരുപാട് പറഞ്ഞു, ഒരുപാട് അതിനു വേണ്ടി എന്താ പറയുക ഒരുപാട് ഒച്ചയിട്ടു, എന്നിട്ടും അതിനൊരു നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇപ്പം ഇതിൽ ജെനുവിനായിട്ടുള്ള കേസുകൾ ഒരുപാട് ഉണ്ട്, ഇല്ല എന്നല്ല, ഒരുപാടുണ്ട്. പക്ഷെ ആ കേസുകളെല്ലാം ഫേക്കായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ കുഴഞ്ഞു കിടക്കുവാണ്. ശരി, ഈ പറയുന്ന പോലത്തെ സംഭവങ്ങൾ ശരിക്കുണ്ട്, കുറച്ച് ഉണ്ട്. അത് അനുഭവിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ വിധുബാല പോലുള്ള അവരൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളൊരാളെ കൊണ്ട് മാത്രം ഈ ലോകം നന്നാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം എന്തായാലും എനിക്കുണ്ട്. എന്തായാലും നന്നാവുക എന്നുള്ളത് അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ അതിനൊക്കെ ഇത്തരം എന്താ പറയുക നടപടികൾ, കുറച്ച് കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി ഇത്തരം എന്താ പറയുക നല്ല ഒരു മാറ്റത്തിന് തുടക്കം ഉണ്ടാവുക എന്ന് പറയുന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാകട്ടെ എന്ന് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്കതുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് വേറൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ലായില്ല. പിന്നെ ഇപ്പം നേരത്തെ മോൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എനിക്കുണ്ട ധൈര്യം വേറൊരാൾക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ
പക്ഷെ ആ ധൈര്യം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കൺട്രോൾ. അതായത് ചെറിയ കാര്യങ്ങൾക്കാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് എനിക്ക് എടുത്ത് പറയാൻ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുകയാണ് പല ആൾക്കാരും. ഇവളന്ന് അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ പ്രശ്നമാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലത് പറഞ്ഞാലും കുഴപ്പമാണ്, മോശം പറഞ്ഞാലും കുഴപ്പമാണ്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കും ഒരു മകളുള്ളതാണ്. സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം തീർച്ചയായിട്ടും അനിവാര്യമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എന്താ പറയുക, തൊഴിൽ മേഖലകളിൽ, തൊഴിൽ ഇടങ്ങളിൽ സ്വൈര്യമായിട്ടും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒരു അവസ്ഥ എന്തായാലും സംജാതമാവേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഈ ഒരു നീക്കം ഒരു ഭാഗമാകട്ടെ. നമ്മുടെ പൃഥ്വിരാജ് പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വഴിത്തിരിവ് അതിന്റെ തുടക്കം എവിടെ നിന്ന് ആവട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു വാക്കായിട്ട് അത് തോന്നി. അല്ല, പൃഥ്വിരാജ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നാമത് നല്ല വാക്സാമർത്ഥ്യവും നല്ല വിവരമുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ്. ഒരുപാട് നല്ല സ്റ്റേറ്റ്മെന്റ്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അതെ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാത്തിലും സത്യസന്ധമായ ഒരു ന്യായം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിപ്പോൾ ഞാനാണെങ്കിലും ഈ മുതലക്കണ്ണീരൊഴുക്കാതെ ജെനുവിനായിട്ടുള്ള കണ്ണീര് ഒഴുക്കുന്നവരുടെ മുന്നിൽ നീതി ദേവത കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നല്ലത്. ഇപ്പോൾ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്, പലരെയും കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതും ഇനിയും മുമ്പോട്ട് കയറി വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാൽ ഒരു മടിയും കൂടാതെ ഒച്ചത്തിൽ അത് വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം മനുഷ്യേച്ചിക്കണോ? ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ പഞ്ചപുച്ഛം അടക്കി നിന്ന് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ ഞാനിന്ന് 100ാമത്തെ പടം ഞാനിന്ന് ആഘോഷിച്ചേനെ. അല്ലെങ്കിൽ എനിക്കൊരു 2 നില കെട്ടിടവും ഒരുപാട് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായേനെ. എനിക്ക് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു മാന്യത കിട്ടുന്ന ഒരു സ്ഥലങ്ങളിലുള്ള അവസരങ്ങൾ മാത്രം എനിക്ക് മതി. ഈ തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അതുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതെവിടെയും. അതിപ്പോൾ ഈ സിനിമാ രംഗത്ത് മാത്രമല്ല, മാധ്യമ രംഗങ്ങളിൽ. ഞാനൊരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോ പ്രസ്ഥാനത്തിലെ ഒരാളായിരുന്നു. അപ്പോൾ ഒരുപാട് ഈ ചാനലുകളിലൊന്നും പലപ്പോഴും എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു സിംഗറാണ്. എത്ര റിയാലിറ്റി ഷോസ് ഇവിടെ നടക്കുന്നുണ്ട്, എത്ര റിയാലിറ്റി ഷോസിൽ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രതികരണശേഷി ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടിണി കിടന്നാലും അഭിമാനത്തോടു കൂടി മരിക്കും എന്ന് തീരുമാനിച്ച ഒരാളാണ്. എൻ്റെ കാലിബറിനെ വിശ്വാസമുള്ള, എന്നെ ബഹുമാനമുള്ള ആൾക്കാർ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ലാത്തവരെന്നെ വിളിക്കണ്ട. ഈ നിലപാട് മരണം വരെ ഉണ്ടാവും. അത് എവിടെ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അത് മനീഷയുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചുറ്റുള്ളവർ. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ബഹുമാനിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ബഹുമാനിക്കും. അത് ഈ പറഞ്ഞതുപോലെ സാർ എന്ന് വിളിക്കാൻ നമുക്ക് തോന്നണം അല്ലേ? ഒരാളെ സാർ എന്ന് വിളിക്കണം, എനിക്ക് അങ്ങനെ അയാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ ആള് അതെനിക്ക് കാണിച്ചു തരണം അല്ലേ? ചോദിച്ചു വാങ്ങിക്കുകയല്ല എന്ന് പറഞ്ഞതുപോലെ അതിപ്പോൾ നമ്മുടെ ഭാഗത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങിക്കുകയല്ല വേണ്ടത്, അവർക്ക് തോന്നണം നമുക്ക് ആ ബഹുമാനം തരണം എന്നുള്ളത്. അങ്ങനെ നിലനിൽക്കുക, മറ്റുള്ളവരെ നമ്മൾ അങ്ങനെ കാണുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഏത് ഉയരത്തിലാണെങ്കിലും നമ്മൾ ഭൂമി തൊട്ട് ജീവിക്കാൻ പഠിക്കുക. പിന്നെ ഈ പ്രതികരണശേഷി ഉണ്ടാവുക, അത് അനാവശ്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ആവശ്യത്തിനുള്ള പ്രതികരണശേഷി ഉണ്ട്. അപ്പം എൻ്റെ മകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കല്യാണം കഴിച്ച് പോയാലും നിനക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു ന്യായമായ ഒരു ബോധ്യം നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അമ്മയുടെ അടുത്തേക്ക് പൊക്കോളൂ, അമ്മ നോക്കിക്കോളാം. പക്ഷെ അത് മുതല കണ്ണീരാവരുത്, അന്യായമാവരുത്, ഉള്ളിന്ന് ജെനുവിനായിട്ടുള്ള ഒരു റീസൺ ആയിരിക്കണം എന്ന് മാത്രം. അപ്പം അങ്ങനെ ഓരോ വീടുകളിലും ഓരോ കുട്ടികൾക്കും ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ ജീവിക്കാനുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ശക്തി ഓരോരുത്തർക്കും ഉണ്ടാവും. ഇപ്പോൾ പുതിയ ജനറേഷൻ കുട്ടികൾ അവരെല്ലാവരും ഇപ്പോൾ പഴയതിനെക്കാട്ടിയും ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് സിനിമയിലേക്ക് വരണം, സീരിയലിൽ വരണം എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ളവരുടെ പാരൻസിന് ഒരു പേടി വീണു.
ആ പേടി ഉറപ്പായിട്ടും. അല്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാവണം നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളിലും എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ നമുക്കുണ്ടാവണം. നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി അടിയറവ് പറയുകയും പിന്നീട് ഒരു സമയത്ത് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് പറയും, അത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായും. ഈ പറയുന്ന പോലെ 10ഉം 15ഉം പ്രാവശ്യം 15ഓളം പേരെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ. അതെ അതെ, അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ മേലേക്ക് പൂർണ്ണമായിട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡൽഹി കേസോ പെരുമ്പാവൂർ കേസോ പോലെയൊക്കെ ആവണം അല്ലേ? അതൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് ഇതുപോലെ ന്യായീകരിക്കാൻ പറ്റില്ല. അതല്ലാത്ത പക്ഷം ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ അനുവാദമില്ലാണ്ട് ഒരു പുരുഷന് അവളുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഈ 15 തവണയൊക്കെ വരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ആ പെണ്ണിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ തുടക്കം മുതലേ അത് വേണ്ട എന്ന് തീരുമാനിക്കണം. ഓക്കെ. ഇത് ഇപ്പോൾ ഈ പറയുന്നത് അവരും പറയുന്നത് എൻ്റെ സിറ്റുവേഷൻ അന്ന് അങ്ങനെയായിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല, പറയാൻ പറ്റിയ സ്റ്റേജല്ല. പലരും സത്യമായിട്ട് വന്നപ്പോൾ ഞാനും പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഇത് ഏതാണ് വിശ്വസിക്കേണ്ടത്, ഏതാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത്, എല്ലാവർക്കും കൺഫ്യൂഷനിലേക്കാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നോ പറയാൻ പഠിച്ചിട്ട് വേണം. ഉറപ്പായിട്ടും തുടക്കത്തിലെ തന്നെ നോ പറയാൻ പഠിച്ചിട്ട് തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു പ്രശ്നമായിട്ട് എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ 15 തവണയൊക്കെ പോയി അപ്പോഴാണോ നമ്മൾ ചിന്തിക്കുന്നത് ഇത്? പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതിൽ ജെനുവിനായിട്ടുള്ള ഇരകളുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് പൂർണ്ണമായിട്ട് നമുക്കിത് പറയാനും പറ്റത്തില്ല. ജെനുവിനായിട്ടുള്ള ഇരകളുണ്ട്, ശരിക്കും ഇങ്ങനെയും അനുഭവിച്ചവരുണ്ട്. ചിലപ്പോൾ ഇത് പറയാൻ പറ്റില്ല, ഇതിന് ജെനുവിനിറ്റി ഉണ്ടാവാം ഈ പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരുപാട് ഞെട്ടിക്കുന്ന പലരും ആണ് ഇതിന്റെ സ്ഥാനത്തൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇതിപ്പോൾ ഇതിൽ എന്താ പറയുക, പ്രതിസ്ഥാനത്ത് നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള ഗുരുസ്ഥാനത്തുള്ള ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇതിലൊന്നും അല്ലാത്ത ആൾക്കാർ അവരൊക്കെയും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരു നെറ്റി ചുളിക്കലോ അല്ലെങ്കിൽ ഒരു ക്രൂരമായ ഒരു നോട്ടത്തിൻ്റെയോ ഒക്കെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബീനയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടായിരുന്നു. ബീന ആൻ്റണി ഇത്തരം തെറ്റിദ്ധാരണകൾ ജനങ്ങളായിട്ട് കുറേ വരുത്തി വെക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, സിദ്ദിഖയുടെ മകൻ മരിച്ചപ്പോഴുള്ള ഒരു സീനാണ് ആ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിൽക്കുന്നൊരു സീൻ. അപ്പോൾ ബീന എന്നിട്ട് അതിന് ഒരു വാട്സപ്പിലൊരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാര്യം അറിയാതെ ഒരാളെ കുരിശിലേറ്റത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ വളരെ എന്താ പറയുക, ക്രൂരമായിട്ട് ക്രൂശിക്കും ചില സമയത്ത്. ജെനുവിനായിട്ടുള്ള എന്താണ് കാര്യമെന്ന് അറിയാതെ ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് വല്ലാണ്ട്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ ആരെന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബീന അതിന് മറുപടിയായിട്ടൊരു വാട്സപ്പിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്ന് വെച്ചാൽ മകൻ മരിച്ച സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് വേറെ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടോ, ഇങ്ങനെയുള്ളവളുമാർ കൂടെ ഉണ്ടാവുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെയല്ലേ പോവുള്ളൂ. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ആരും ആരെയും ചെയ്യരുത്. അതെ അതെ അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം എന്തോരം അത് ജീവിതത്തിന് ബാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ വലിയൊരു ഡ്രാമയിലേക്ക് പോകാൻ ഈ ഒരു അല്ല ഉറപ്പായിട്ടും. ഇപ്പോൾ ശ്വേത മേനോൻ്റെ ഒരു വാട്സപ്പിൽ ഞാൻ ഇതുപോലെ ഒരു പ്രതികരണം കണ്ടു. അതായത് ശ്വേത പറഞ്ഞൊരു കാര്യം, ഞാനൊരു പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ എന്നെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി എന്നെ വധിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതും ഒരു കാരണമാണ്. നമ്മളൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അവൾ തൻ്റെടി, അവൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു മുൻധാരണയുടെ പുറത്ത് നമ്മളെ കൊന്നുകൊല വിളിക്കുന്ന മാധ്യമങ്ങളും ആസ്വാദകരും ജനങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെയും ചില ആൾക്കാർ ചിലപ്പോൾ പറയാതെ വരാറുണ്ട്, പ്രതികരിക്കാതെ വരാറുണ്ട്. പക്ഷേ അവിടെയൊക്കെയും വളരെ ചങ്കുറ്റത്തോടു കൂടി നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ആൾക്കാരാണ്. കാരണം എല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു എന്താ പറയുക അവസാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനായിട്ട്. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ചോദിക്കാൻ ഈശ്വരനോട്. ഇപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്.
എന്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് ആ ഒരു ക്യാരക്ടറിനെ തന്നെയാണ്, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡി ആകുന്നവരെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് അതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട്? അതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ അനുഭവിച്ചത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളെ വിളിച്ചിട്ട് ചേച്ചി ഇന്നൊരു ക്യാരക്ടർ ഉണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞ്, അത് നാളെ അല്ലെങ്കിൽ മറ്റന്നോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലോ ഷൂട്ടാണ്, ഞാൻ പെട്ടി വരെ ഒതുക്കി വെച്ചിട്ട് പിന്നീട് നമ്മളെ ഇല്ല എന്ന് പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത വേറെ ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ ഒരുപാട് വിഷമം. ഞാൻ ചില ആൾക്കാരോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ഒരു വാക്ക് ഞാൻ ഇല്ല എന്നെങ്കിലും പറയാനുള്ളൊരു മാന്യത നിങ്ങൾ കാണിക്കണമായിരുന്നു എന്ന്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള ഇത്തരം അനുഭവങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഇത് ഈ ആരോപിക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എല്ലാം കാലം തെളിയിക്കട്ടെ, ഇതങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് വേറൊരാളത് അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരുണ്ടാവാം, അനുഭവിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കറിവുള്ള കാര്യം മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അത് ജെനുവിനായിരിക്കണമെന്നുമില്ല. ഞാനത് അനുഭവിക്കാത്തത് കൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ കേട്ടറിവും പറഞ്ഞറിവും മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു ഞങ്ങളൊക്കെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടമുണ്ട്. സിനിമാ രംഗം ഇത്രയും വലിയൊരു എന്താ പറയുക ദുരന്തമുഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് ഒരു നല്ല കാലം വീണ്ടും തിരിച്ചു വരട്ടെ, വെളിച്ചം വരട്ടെ എന്ന് തന്നെയാണ്. കാരണം ഞാനൊക്കെ ഉപജീവന മാർഗം സിനിമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി വരിക എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് കാത്തിരുന്ന് നോക്കിയിരുന്ന് എന്താ പറയുക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ മനീഷേച്ചിനോട് പറഞ്ഞു വരുന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണത്. അങ്ങനെ പേടിച്ചിരിക്കുന്ന പാരൻസിനോടും വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടും എന്ത് ഉപദേശമാണ് ചേച്ചി കൊടുക്കാൻ? ഒന്നാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ എന്തും സഹിച്ച് വരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ആവരുതാരും. എനിക്ക് ഒരു സിനിമ അഭിനയിക്കാൻ വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് എന്നുള്ളൊരു അത്തരം ഒരു പിടിവാശി വിട്ടിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരും. പിന്നെ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് വരിക, നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് വരിക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും താങ്ക് യു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കമ്മിങ് പ്രൊജക്റ്റ് ഏതാണ് ഇനി വരുന്നത്? വരാനിരിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. സിനിമയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ തിരശ്ശീലിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിലുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അത് കാരണം ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. സിനിമ വരട്ടെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ജാങ്കോ സ്പേസിനെ എല്ലാം വിളിച്ചറിയിക്കുന്നതായിരിക്കും. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കും. കൺഫ്യൂഷനാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതൊക്കെ നടക്കുമോ ഇല്ലയോ, പ്രത്യേകിച്ച് ഈ ഒരു സമയമായതുകൊണ്ട് പല ഒരു അനിശ്ചിതാവസ്ഥ മൊത്തത്തിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വർക്കാണ് സി കേരളയിലെ മധുരം തമ്പുരക്കാറ്റ്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ അത് ആണ് ഇപ്പോൾ മെയിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട അവസാനം പറഞ്ഞു നിർത്തേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കണം വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ വ്യക്തമായ തെളിവുള്ളതായിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത്. വെറുതെ എവിടെയോ അവിടെയോ പേര് കേട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഏറ്റവും ചേച്ചി പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആളുകളോട് ഒന്നുകൂടി എടുത്തു പറയേണ്ട അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങളതാണ്. അപ്പോൾ അതെല്ലാം കലങ്ങി തെളിയും. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകളൊന്നും ചിലപ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്ത് വരുമോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കട്ടെ, അതിൽ സത്യസന്ധമായ ഒരു ന്യായം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞ് പഠിക്കുക. നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക. അവിടെ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ അടിയറവ് പറയാണ്ടിരിക്കുക. നമ്മുടെ വാല്യൂ എന്താണെന്ന് ആദ്യം നമ്മളാണ് മനസ്സിലാക്കുക.
മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും കുറെ നാളായിട്ടൊന്ന് നേരിട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് അത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൂടി തന്നെയായി. ഒരുപാട് എന്നെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ്. അപ്പൊ തിരക്കാവാനാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട്, ഒരു ബഹുമാനം, ഒരു സ്നേഹം, അത് പ്രത്യേകം ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. ജാങ്കോ സ്പേസ് എന്നും ഒരു എന്താ പറയുക, ഒരു കലാകാരി എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതുപോലെ ജെനുവിനായിട്ടുള്ള എല്ലാ കലാകാരന്മാരുടെയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നല്ല നല്ല കണ്ടന്റ്സുമായിട്ട് ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം ഒരു കാര്യം, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടേ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും തേടി വരുന്നത്, ഓടിച്ചിട്ട് പിടിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ആളുകൾക്ക് എത്തിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ ചെറിയ എളിയ അഭിപ്രായമാണ്. ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതെല്ലാം നിങ്ങൾ സദയം എന്നോട് പൊറുക്കുക. ഇതെൻ്റെ ചിലപ്പോൾ വിവരമില്ലായ്മയായിരിക്കാം. എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കുക, പൊറുക്കുക. ഓക്കെ.